കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. അമ്മ കിളി കൂട്ടിൽ വർണ്ണ കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. വാനം വാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ വിജയത്തിനായുള്ള കണ്ണുനീർ അഭിഷേകമാവുന്ന വേളകൾ മാതൃഹൃദയത്തിൽ നിന്നും വചനം കവിഞ്ഞു പെയ്യും പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ്. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2. ബൈബിളിനെ അറിയുവാനും ബൈബിളിനെ സ്നേഹിക്കുവാനുമായി പാലക്കാട് രൂപത മാതൃവേദിയും ശാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2 എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് അമ്മമാരുടെ വചന പോരാട്ടമാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. ആദ്യമായി വേദിയിലേക്ക് കടന്നു വരുന്നു ടീം പാലക്കാട് ടൗൺ. എൻ്റെ പേര് ബേബി പോൾ, പാലക്കാട് നിത്യസഹായ മാതാ ടൗൺ ചർച്ച്. എൻ്റെ പേര് ഫിലോമിന യാക്കോബ്, നിത്യസഹായ മാതാ ടൗൺ ചർച്ച്, പാലക്കാട്. അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ടീം മൈലമ്പുള്ളി. എൻ്റെ പേര് ആലീസ് ജോസഫ്, സെൻറ് മേരീസ് ചർച്ച് മൈലമ്പുള്ളി. മേഴ്സി സാജു, സെൻറ് മേരീസ് ചർച്ച് മൈലമ്പുള്ളി. ഇനി നമുക്കുള്ളത് ഒരു ടീം കൂടിയാണ്, ടീം ചിറ്റൂർ. ഷീബ ടോമി, ഹോളി ഫാമിലി ചർച്ച് ചിറ്റൂർ. നിഷാദാസൻ, ഹോളി ഫാമിലി ചർച്ച് ചിറ്റൂർ. നമ്മുടെ അമ്മമാരെല്ലാം വചനം പഠിച്ചിവിടെ റെഡിയായി നിൽക്കുകയാണ് അല്ലേ? നന്നായി പഠിച്ചിട്ടില്ലേ എല്ലാവരും? പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ചോദ്യം വേണ്ടേ? വേണം. അപ്പോൾ നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ ക്വിസ് മാസ്റ്റർ ഡോക്ടർ ഫാദർ അരുൺ കലമറ്റത്തിൽ. പെനുവേൽ, ദ ഫേസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ മുഖം. ദൈവത്തിൻ്റെ മുഖം ഭൂമിയിലുള്ളത് പരിശുദ്ധ സഭയുടെ സ്നേഹത്തിൻ്റെ ഉള്ളിലാണ്. തിരുസഭ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശരീരമാണ്. വചനം മാംസമായ ഈശോയാണ് ദൈവത്തിൻ്റെ മുഖം. നാം ആരംഭിക്കുകയാണ് പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2 പുതിയൊരു എപ്പിസോഡ്. ഏവർക്കും സ്വാഗതം. ഇതൊരു മത്സരം മാത്രമല്ല, ജീവദായകമായ വചനം അത് ഗ്രഹിക്കാനും പ്രഘോഷിക്കാനും നടത്തുന്ന ശ്രമം കൂടിയാണ്. അതിനുവേണ്ടി ഒരുങ്ങുകയായിരുന്നു നിങ്ങൾ. ടീം പാലക്കാട് ടൗൺ, ടീം ചിറ്റൂർ, ടീം മൈലമ്പുള്ളി. നിങ്ങൾ ഈ ദിവസങ്ങളെല്ലാം ദൈവത്തിൻ്റെ മുഖം വചനത്തിൻ്റെ താളുകളിൽ കണ്ടെത്തുകയായിരുന്നു. ഈ മത്സരം ആരംഭിക്കും മുൻപ് ഏതാനും പൊതുനിർദ്ദേശങ്ങൾ. ഈ മത്സരത്തിലാകെ 5 റൗണ്ടുകളാണുള്ളത്. അവയിൽ നേരിട്ടുള്ള ചോദ്യങ്ങളുണ്ട്, ബസർ സ്വഭാവമുള്ള ചോദ്യങ്ങളുണ്ട്. സാധാരണഗതിയിൽ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകാൻ നിങ്ങൾക്ക് ലഭിക്കാവുന്ന സമയം 30 സെക്കൻഡുകളാണ്. ക്വിസ് മാസ്റ്റർ ചോദ്യം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ തുടർന്നുള്ള 30 സെക്കൻഡുകൾ നിങ്ങൾക്ക് പരസ്പരം ആലോചന ചോദിക്കാനും ഉത്തരം പറയാനുമുള്ള സമയമാണ്. നിങ്ങളുടെ ഉത്തരം ശരിയെങ്കിൽ സാധാരണഗതിയിൽ നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്നത് 30 പോയിന്റുകളാണ്. ഉത്തരം തെറ്റെങ്കിൽ അത് പാസ് ചെയ്യപ്പെടും. അപ്പോൾ ലഭിക്കുന്നത് 20 പോയിന്റുകളായിരിക്കും. അവശ്യ സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായവും തേടാവുന്നതാണ്. ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായത്തോടെ നിങ്ങൾ നൽകുന്ന ഉത്തരങ്ങൾക്ക് 20 പോയിൻ്റാണ് സാധാരണഗതിയിൽ ഉണ്ടാവുക. ഉത്തരം ഒരിക്കലേ പറയാവൂ, ഒരിക്കൽ മാത്രമേ പറയാവൂ, മാറ്റി പറയാൻ ആവില്ല. നാം പോവുകയാണ് ഈ മത്സരത്തിൻ്റെ 1ാമത്തെ റൗണ്ടിലേക്ക്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇതൊരു ജനറൽ റൗണ്ടാണ്, സാധാരണ റൗണ്ടാണ്. ക്വിസ് മത്സരങ്ങൾ നിങ്ങൾ കണ്ടു പരിചയിച്ചിട്ടുള്ള റൗണ്ടാണ്. ചോദ്യം നേരിട്ട്, ഉത്തരമറിയാമെങ്കിൽ 30 പോയിന്റുകൾ, അറിയില്ലെങ്കിൽ അത് പാസ് ചെയ്യപ്പെടുന്നു. നെഗറ്റീവ് മാർക്കുകളൊന്നും ഉണ്ടായിരിക്കുകയില്ല. വളരെ സർവ്വസാധാരണമായ റൗണ്ട്. നിങ്ങൾ തയ്യാറാണോ? തയ്യാറാണ്. ഈ മത്സരത്തിലെ ആദ്യത്തെ ചോദ്യം പാലക്കാട് ടൗൺ ചർച്ചിനുള്ളതാണ്.
പാലക്കാട് ടൗൺ. പാലക്കാടിൻ്റെ ഹൃദയഭാഗത്താണ് നിങ്ങളുടെ ഇടവക. ചോദ്യം നിങ്ങളോടാണ്. മർക്കോസിൻ്റെ സുവിശേഷം ആർക്കു വേണ്ടി അഥവാ ഏത് വിഭാഗത്തിലുള്ള ആളുകൾക്കു വേണ്ടി എഴുതപ്പെട്ടതാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാവുന്നത്. പാലസ്തീനക്കാരല്ലാത്ത വിജാതീയ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയാണ്. ഉത്തരം ശരിയാണ്. ടീം പാലക്കാട് ടൗൺ പാലസ്തീനക്കാരല്ലാത്ത വിജാതീയ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി എഴുതപ്പെട്ടിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. രണ്ടാമത്തെ ചോദ്യം അത് ടീം മൈലമ്പുള്ളിക്കുള്ളത്. ടീം മൈലമ്പുള്ളി ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം ആരംഭിക്കുന്നത് ഒരു ആമുഖത്തോടു കൂടിയാണ്, ഒരു ആമുഖ വാചകത്തോടു കൂടിയാണ്. ഏതാണ് ആ ആമുഖ വാചകം? ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം. ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന്റെ ആരംഭം. ടീം മൈലമ്പുള്ളി, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. സുവിശേഷകാരൻ പറയുകയാണ്, ഈ സുവിശേഷം എഴുതപ്പെടുന്നത് ദൈവപുത്രനാണ് യേശുക്രിസ്തുവെന്നും അവിടുത്തെ സുവിശേഷമാണ് അറിയിക്കാൻ പോകുന്നത് എന്നുമാണ് വിശുദ്ധ മർക്കോസ് പറഞ്ഞ് തുടങ്ങുന്നത്. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം ടീം ചിറ്റൂരിനുള്ളതാണ്. ചിറ്റൂർ, എന്താണ് ആ ചിറ്റൂർ എന്ന് പറഞ്ഞാൽ അർത്ഥം അറിയോ? അറിയില്ല. സിട്ർ ഊർ എന്ന വല്ലതും ആയിരിക്കണം, ചെറിയ ഊര് എന്നൊക്കെ ആയിരിക്കണം. ഊർ, ആ പദം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? മെസ്സപ്പെട്ടോമയിലെ ഊറെന്ന്. ഊർ, അവിടെയായിരുന്നു അബ്രാഹാം വസിച്ചിരുന്നത്. അബ്രഹാം വസിച്ചിരുന്ന സ്ഥലമായിരുന്നു ഊർ. ആ ഊരിൽ നിന്നൊക്കെയാണ് ഊര് എന്ന പദം ധാരാളമായി വന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം ഊരുകളുണ്ട് അല്ലേ? ഊരിൽ അവസാനിക്കുന്ന ധാരാളം സ്ഥലപ്പേരുകളുണ്ട്. ഇതൊരു ചെറിയ ഊരാണ് എന്നാണ് പറയുന്നത്. ചെറിയ ഊർ എന്ന് പറയുമ്പോഴും അബ്രാഹത്തിലേക്ക്, അബ്രാഹത്തിൻ്റെ വിശ്വാസ പാരമ്പര്യത്തിലേക്ക് ഏതെങ്കിലുമൊക്കെ വിധത്തിൽ നിങ്ങളുടെ ഇടവകയുടെ പേരും വിരൽ ചൂണ്ടുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ, നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്. ഇതാ നിനക്ക് മുൻപേ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു, അവൻ നിന്റെ വഴിയൊരുക്കുമെന്ന് സ്നാപക യോഹന്നാനെ കുറിച്ച് പ്രവചിച്ചത് ആരാണ്? ഇതാ നിനക്ക് മുൻപേ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു, അവൻ നിന്റെ വഴിയൊരുക്കുമെന്ന് സ്നാപക യോഹന്നാനെ കുറിച്ച് പ്രവചിച്ചത് ഏത് പ്രവാചകനാണ്? മലാക്കി പ്രവാചകൻ. മലാക്കി പ്രവാചകൻ. നമുക്ക് ആശങ്കയുണ്ടായിരുന്നുകൊണ്ടാണ് വേറൊരാൾ പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചത്, ആണോ? ഉത്തരം ശരിയാണ്. ചിഞ്ചിച്ചൂർ, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ആലോചിച്ച് സംശയത്തോടെ ഉത്തരം പറഞ്ഞിട്ട് അത് ശരിയായതിൻ്റെ സന്തോഷമൊന്നും കാണുന്നില്ലല്ലോ. അതിങ്ങനെ മറച്ചു വെച്ചേക്കാണ്. ഇതൊക്കെ ഞങ്ങൾക്ക് അറിയായിരുന്നു എന്നുള്ള മട്ടിൽ ആണോ? ടീം ചിറ്റൂർ, പോവുകയാണ് നാം പാലക്കാട് ടൗണിലേക്ക്. വീണ്ടും ടൗൺ, നിങ്ങൾക്കുള്ള ചോദ്യമാണ്. സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുക, ആവശ്യമെങ്കിൽ വാക്കുകൾ ഉപയോഗിക്കുക. വിശുദ്ധ യൗസേ പിതാവിൻ്റെ ജീവിതത്തിന് ഇണങ്ങുന്ന ഈ വാക്കുകൾ ഏത് വിശുദ്ധൻ്റേതാണ്? വിശുദ്ധ ഫ്രാൻസിസ് അസീസി. ഉത്തരം ശരിയാണ്. ടീം പാലക്കാട് ടൗൺ, രണ്ടാം ക്രിസ്തുവെന്ന് വിളിക്കപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ വാക്കുകളാണിത്. അഭിനന്ദനങ്ങൾ. നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അടുത്ത ചോദ്യം ടീം മൈലമ്പുള്ളിക്കുള്ളതാണ്. മൈലമ്പുള്ളി ചോദിക്കട്ടെ. യൗസേ പിതാവിൻ്റെ ഫലപ്രദമായ പിതൃത്വത്തെയും അധ്യാപനത്തെയും, ശ്രദ്ധിക്കണം, പിതൃത്വത്തെയും അധ്യാപനത്തെയും അന്വർത്ഥമാക്കുന്ന ഒരു പ്രസ്താവന ഈശോയുടെ ബാല്യകാലത്തെക്കുറിച്ച് സുവിശേഷകർ രേഖപ്പെടുത്തുന്നുണ്ട്. ഈശോയുടെ ബാല്യകാലത്തെ, ഈശോയ്ക്ക് ലഭിച്ച ഔസപിതാവിൻ്റെ പിതൃത്വത്തെ, ഈശോയ്ക്ക് വിശുദ്ധ ഔസപിതാവിനോട് കൊടുത്ത അധ്യാപനത്തെ ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗം. ഏതാണ് ആ വചനം? യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു എന്ന്. ശരിയാണോ? ശരിയാണ്. ടീം മൈലമ്പുള്ളി, നിങ്ങളുടെ ഉത്തരം ശരിയാണ്. അഭിനന്ദനങ്ങൾ. നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. ഇത് ശരിക്കും നേരിട്ടുള്ളൊരു ചോദ്യമായിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് അത്ര കൃത്യമായി പറയാൻ പറ്റിയത്? വളരെ ഞാൻ ആലോചിച്ച് ചിന്തിച്ച് പറഞ്ഞാണ്. ആണല്ലേ? ഞാൻ വളരെ ആലോചിച്ച് ചിന്തിച്ച് പറഞ്ഞതാണ്. അങ്ങനെയെങ്കിൽ ആലോചിച്ച് ചിന്തിച്ച് പറയുന്ന ഉത്തരങ്ങളൊക്കെ ഇനിയും ശരിയാകട്ടെ. നമുക്ക് പോകാം അടുത്ത ചോദ്യത്തിലേക്ക്. ടീം ചിറ്റൂർ,
നിങ്ങൾക്കും ആലോചിച്ച് ചിന്തിച്ച് ഉത്തരം പറയുന്ന ശീലമുണ്ടോ? ഉണ്ട്. നോക്കട്ടെ. ചോദ്യം ഇതാണ്: വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ എത്ര പീഡാനുഭവ പ്രവചനങ്ങളാണ് നാം വായിക്കുന്നത്? 3. 3. ഉത്തരം ശരിയാണ്. ടീം ചിറ്റൂർ. എന്തിനാണ് സംശയിക്കുന്നത്? നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരാൾ തിരിച്ചു ചോദിച്ചാൽ നടുനിവർത്തി എന്ന് പറയണ്ടേ 3 തന്നെയാണ് എന്ന്? ഈ ചോദ്യത്തോടുകൂടെ ഈ റൗണ്ട് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ റൗണ്ടിൻ്റെ സമാപനത്തിലേക്ക് എത്തുമ്പോൾ എന്താണ് പോയിന്റ് നില, ഓരോ ടീമും എവിടെ നിൽക്കുന്നു അറിയാൻ നിങ്ങളെപ്പോലെ എനിക്കുമുണ്ട് ആഗ്രഹം. നമുക്ക് പോകാം. സ്നേഹ, റോസലിൻ. ആദ്യത്തെ റൗണ്ട് ഇവിടെ പൂർത്തിയാകുമ്പോൾ വചനത്തിന്റെ കാര്യത്തിൽ ആരും വിട്ടുകൊടുത്തിട്ടില്ല. എല്ലാവരും നേടിയിരിക്കുന്നത് ഒരേ മാർക്കാണ്, 60 പോയിന്റ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഈ റൗണ്ടിൽ ഞാൻ ഒരു ടീമിനും ചോദ്യം തരികയില്ല. ചോദ്യങ്ങൾ പൊതുവായി നൽകും. ഉത്തരം ആര് പറയണമെന്ന് നിങ്ങൾ തീരുമാനിക്കും. നിങ്ങളിൽ ആരാദ്യം ബസറമർത്തുന്നോ അവർക്കുള്ളതാണ് ആദ്യത്തെ ഉത്തരത്തിനുള്ള അവസരം. നിങ്ങൾ ആദ്യം ബസറമർത്തുകയും ശരിയുത്തരം പറയുകയും ചെയ്താൽ നിങ്ങളെ കാത്തിരിക്കുന്നത് 30 പോയിന്റുകളാണ്. എന്നാൽ ബസറമർത്തിയിട്ട് ഉത്തരം പറയാതിരിക്കുകയോ ഉത്തരം തെറ്റിക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് ലഭിച്ച പോയിന്റുകളിൽ നിന്ന് 5 പോയിന്റ് ഞാൻ തിരിച്ചെടുക്കും. വിഷമമുണ്ടോ? ഉണ്ട്. വിഷമമുണ്ടല്ലേ? അങ്ങോട്ട് തരുമ്പോൾ ഈ വിഷമമൊന്നുമില്ല. വിഷമിച്ചിട്ട് കാര്യമില്ല, ഞാൻ തിരിച്ചെടുക്കുക തന്നെ ചെയ്യും. വ്യക്തമായോ? വ്യക്തമായി. നമുക്ക് ആരംഭിക്കാം. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക്. യേശു ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വന്നു. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. എപ്പോഴാണ് ഈശോ പരസ്യമായി? ആരാണ്? ടീം പാലക്കാട് ടൗൺ. ടീം പാലക്കാട് ടൗൺ. ചോദ്യം പൂർത്തിയാകുന്നതിന് മുൻപ് നിങ്ങൾ ബസറമർത്തി. പറഞ്ഞോളൂ. സ്നാപക യോഹന്നാൻ കാരാഗ്രഹത്തിലടച്ചപ്പോഴാണ്. ചോദ്യം പൂർത്തീകരിക്കാം. യേശു ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വന്നു. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. എപ്പോഴാണ് ഈശോ പരസ്യമായി പ്രസംഗിച്ച് തുടങ്ങിയത്? നിങ്ങളുടെ ഉത്തരം സ്നാപക യോഹന്നാൻ കാരാഗ്രഹത്തിൽ അടച്ചപ്പോഴാണ്, ബന്ധനസ്ഥനായപ്പോൾ എന്നുള്ളതാണ്. ടീം പാലക്കാട് ടൗൺ, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. താങ്ക് യു. അടുത്ത ചോദ്യം. അന്ന് വൈകുന്നേരം സൂര്യാസ്തമയമായപ്പോൾ രോഗികളും പിശാചുബാധിതരുമായ എല്ലാവരെയും അവർ അവൻ്റെ അടുത്തു കൊണ്ടുവന്നു. ടീം മൈലംപള്ളി, നിങ്ങളാണ് ബസർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ചോദ്യം ഏത് ദിശയിലേക്കാണ് പോകുന്നതെന്ന് വല്ല ധാരണയുമുണ്ടോ? മനസ്സിലായേ? എങ്കിൽ കേൾക്കട്ടെ നിങ്ങളുടെ ഉത്തരം. ഉത്തരം മാത്രം പറയുക. ഇന്ന് എൻ്റെ അമ്മായിമ്മയുടെ സുഖപ്പെടുത്തിയതിന് ശേഷം അന്ന് വൈകുന്നേരം സായാഹ്നമായപ്പോൾ ശരി, ഞാൻ ചോദ്യം പൂർത്തീകരിക്കും. ചോദ്യം ഇതാണ്. അന്ന് വൈകുന്നേരം സൂര്യാസ്തമയമായപ്പോൾ രോഗികളും പിശാചുബാധിതരുമായ എല്ലാവരെയും അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. നഗരവാസികളെല്ലാം വാതിൽക്കൽ സമ്മേളിച്ചു. എന്നായിരുന്നു ഇത് എന്നതായിരുന്നു ചോദ്യം. ഭാഗ്യവശാൽ ടീം മൈലംപള്ളി, നിങ്ങളുടെ ഉത്തരം ശരിയാണ്. അഭിനന്ദനങ്ങൾ. ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. ഈ അമ്മച്ചിമാർക്ക് ഇങ്ങനെ ക്വിസ് മാസ്റ്ററുടെ മനസ്സൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഏകദേശം അച്ഛൻ്റെ ചോദ്യം ആ ദിശയിലേക്കാണ് തോന്നി. എനിക്ക് അച്ഛൻ ഈ ദിശയിലേക്കേ പോകുള്ളൂ എന്ന് തോന്നി. അമ്മച്ചിക്ക് മനസ്സിലായി അല്ലേ? നോക്കട്ടെ. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. യേശു അവനെ കർശനമായി താക്കീത് ചെയ്ത് പറഞ്ഞയച്ചു. നീ ഇതേപ്പറ്റി ആരോടും ഒന്നും. ആരാണ് ബസർ ചെയ്തിരിക്കുന്നത്? ടീം ചിറ്റൂർ. ടീം ചിറ്റൂർ. ഉത്തരം മാത്രം പറയാം. യേശു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയത് അല്ല, ഈ വിവരം ആരോടും പറയരുതെന്ന് പുരോഹിതനോട് മാത്രം പറയുക, പുരോഹിതനെ മാത്രം കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു. ബൈബിൾ മുഴുവനും പറയാനാണ് ഉദ്ദേശം അല്ലേ? നിങ്ങളുടെ ആ ഉത്തരം മാത്രം പറയുക. ഒന്നും കൂടരുത്, ഒന്നും കുറയരുത്. കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയത്. സമയം പൂർത്തിയാകുന്നു. കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയത് എന്നാണ് നിങ്ങളുടെ ഉത്തരം. നമുക്ക് ചോദ്യം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതാണ്. യേശു അവനെ കർശനമായി താക്കീത് ചെയ്ത് പറഞ്ഞയച്ചു. നീ ഇതേപ്പറ്റി
ആരോടും ഒന്നും സംസാരിക്കരുത്. ആരോടാണ് ഇത് പറഞ്ഞത് എന്നതാണ് ചോദ്യം. നിങ്ങളുടെ ഉത്തരം എന്തായിരുന്നു? കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയത്. ടീം ചിറ്റൂർ, കുഷ്ഠരോഗിയോട്. അല്പം അവ്യക്തതയുണ്ടെങ്കിലും നിങ്ങളുടെ ഉത്തരം ഏതാണ്ട് കൃത്യമാണ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് തരികയാണ് 30 പോയിന്റുകൾ. ഈശോ ഇത് പറഞ്ഞത് താൻ സുഖപ്പെടുത്തിയ കുഷ്ഠരോഗിയോടാണ്. അഭിനന്ദനങ്ങൾ, നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അടുത്ത ചോദ്യത്തിലേക്ക്. അവരെ വിളിച്ച് യേശുവിൻ്റെ നാമത്തിൽ യാതൊന്നും സംസാരിക്കുകയോ പഠിപ്പിക്കുകയോ അരുത് എന്ന് കൽപ്പിച്ചു. ടീം പാലക്കാട് ടൗൺ. പാലക്കാട് ടൗൺ, നിങ്ങൾ എന്തുദ്ദേശിച്ചാണ് ബസർ ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളുടെ മനസ്സിലുള്ള ഉത്തരം നിങ്ങൾക്കിപ്പോൾ പറയാം. അപ്പസ്തോലന്മാരെ വിളിച്ച് പറഞ്ഞു യേശു. അപ്പസ്തോലന്മാരെ വിളിച്ച് പറഞ്ഞു എന്നുള്ളതാണ് നിങ്ങളുടെ ഉത്തരം. നമുക്ക് ചോദ്യം എന്താണെന്ന് കേൾക്കാം. ചോദ്യം ഇതാണ്: അവരെ വിളിച്ച് യേശുവിൻ്റെ നാമത്തിൽ യാതൊന്നും സംസാരിക്കുകയോ പഠിപ്പിക്കുകയോ അരുത് എന്ന് കൽപ്പിച്ചു. ഇവിടെ പരാമർശിക്കുന്ന അവരെ ആരെയാണ് അവർ ഭീഷണിപ്പെടുത്തിയത് എന്നതായിരുന്നു ചോദ്യം. ടീം പാലക്കാട് ടൗൺ, നിങ്ങളുടെ അവസരം നഷ്ടമാവുകയാണ്. മൈലമ്പള്ളി, നിങ്ങൾക്ക് പറയാം. പത്രോസും യോഹന്നാനും. അഭിനന്ദനങ്ങൾ ടീം മൈലമ്പള്ളി, നിങ്ങളുടെ ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് ലഭിക്കുകയാണ് 20 പോയിന്റുകൾ. ടീം പാലക്കാട് ടൗൺ, നമ്മൾ തമ്മിലൊരു ചെറിയ കണക്ക് തീർക്കാനാണ്. എന്താണത്? മൈനസ് മാർക്കുണ്ട്. അത് പറയാൻ എന്താ ഒരു വിഷമം? തന്നോളൂ. ക്വിസ് മാസ്റ്റർ എങ്ങാനും മറന്നാലോ എന്നൊരു പ്രതീക്ഷിച്ചു അല്ലേ? അടുത്ത ചോദ്യം ഇതാണ്: പ്രധാന പുരോഹിതരും അവരോട് ചേർന്ന് നിന്നിരുന്ന സദുക്കായ വിഭാഗവും അപ്പസ്തോലന്മാരെ പിടിച്ച് ബന്ധിച്ച് പൊതുകാരാഗ്രഹത്തിൽ അടച്ചതിന് കാരണമെന്തായിരുന്നുവെന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. ടീം പാലക്കാട് ടൗൺ, നിങ്ങളാണ് ബസർ ചെയ്തിരിക്കുന്നത്. ഉത്തരം കേൾക്കട്ടെ. യേശുവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് അവർ ജനങ്ങളെ പ്രബോധിപ്പിച്ചു. ചോദ്യം ആവർത്തിക്കാം. പ്രധാന പുരോഹിതരും അവരോട് ചേർന്ന് നിന്നിരുന്ന സദുക്കായ വിഭാഗവും അപ്പസ്തോലന്മാരെ പിടിച്ച് ബന്ധിച്ച് പൊതുകാരാഗ്രഹത്തിൽ അടച്ചതിന് കാരണം എന്തായിരുന്നുവെന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് എന്നതായിരുന്നു ചോദ്യം. ടീം പാലക്കാട്, നിങ്ങൾക്ക് അവസരം നഷ്ടപ്പെടുകയാണ്. ടീം മൈലമ്പള്ളി, എന്തായിരുന്നു കാരണം? പറയോ ചോദ്യം? 2 പ്രാവശ്യം ആവർത്തിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് 5 സെക്കൻഡ് കൂടി. യേശുവിൻ്റെ നാമത്തിൽ പഠിപ്പിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്തുകൊണ്ട്. ഉത്തരം തെറ്റാണ്. ടീം ചിറ്റൂർ. മുടന്തനായ രോഗിയെ സുഖപ്പെടുത്തിയതാണ്. മുടന്തനായ രോഗിയെ സുഖപ്പെടുത്തിയതുകൊണ്ട്. ഉത്തരം തെറ്റാണ്. ടീം ചിറ്റൂർ, നിങ്ങളിൽ ആർക്ക് പറയാം ഉത്തരം? ആർക്കെങ്കിലും അറിയാമെങ്കിൽ കൈ ഉയർത്താം. ആർക്കെങ്കിലും അറിയാമോ? കൈ ഉയർത്താം. വെറുതെ പറയൂ. സന്ധ്യയായ കാരണം ജയിലിലടയ്ക്കാൻ പറ്റാത്ത കാരണം അവരെ കൊണ്ടുപോയിട്ട് കാരാഗ്രഹത്തിലടച്ചത്. അതൊന്നും ആയിരുന്നില്ല കാരണം. വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് ഇതാണ്: അവർ അസൂയ നിമിത്തമാണ് അങ്ങനെ ചെയ്തത് എന്നാണ്. നിങ്ങളത് വായിച്ചായിരുന്നോ? നിങ്ങൾക്ക് ഈ പദമേ പരിചയമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊരു പ്രശ്നം വന്നത്. അസൂയ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? എന്താണ് അസൂയ? കണ്ടോ, ഇവിടെയുള്ള പാലക്കാട് രൂപതയിലെ ഒരമ്മമാർക്കും അറിയാൻ സാധ്യതയില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താണ് അസൂയ എന്ന് പറഞ്ഞാൽ? മറ്റുള്ളവർ നന്നാവണത് കാണുമ്പോൾ ചെറിയൊരു അസുഖം. നമ്മുടെ കൂടെയുള്ള ആൾക്ക് റാങ്ക് കിട്ടുകയോ നമ്മുടെ കൂടെയുള്ള ഒരമ്മച്ചി മാതൃസംഘത്തിൻ്റെ പ്രസിഡൻ്റൊക്കെ ആവുകയൊക്കെ ചെയ്യുമ്പം നമ്മൾ എന്നിട്ട് പറയില്ലേ, കൺഗ്രാജുലേഷൻസ്. ആ സൂത്രമാണ്. നിങ്ങൾക്കിത് പരിചയമില്ലാത്തത് കൊണ്ടാണ്. ടീം പാലക്കാട് ടൗൺ, നമ്മൾ തമ്മിൽ വീണ്ടും ഒരു കടപ്പാടുണ്ട്. എന്താണത്? 5 പോയിന്റുകൾ തരൂ. മുഖത്ത് പോലും നോക്കാതെയാണ് തരുന്നത്. ഈ റൗണ്ടിലെ അവസാനത്തെ 30 പോയിന്റുകൾ അതാരാണ് കൈയടക്കാൻ പോകുന്നതെന്ന് ആകാംക്ഷയോടെ ഞങ്ങൾ കാത്തിരിക്കുന്നു. ചോദ്യം ഇതാണ്: നീ ഉടനെ സഹിക്കാനിരിക്കുന്നവയെ ഭയപ്പെടരുത്. നിങ്ങളിൽ ചിലരെ പിശാച് തടവിലിടാനിരിക്കുന്നു. അത് നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നതിനാണ്. 10 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും. ടീം മൈലമ്പള്ളി, ഉത്തരം മാത്രം പറയാം. സഭയുടെ ദൂതനോട്. ചോദ്യം പൂർത്തിയാക്കാം. നീ ഉടനെ സഹിക്കാനിരിക്കുന്നവയെ ഭയപ്പെടരുത്. നിങ്ങളിൽ ചിലരെ പിശാച് തടവിലിടാനിരിക്കുന്നു. അത് നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നതിനാണ്. 10 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും. മരണം വരെ വിശ്വസ്തനായിരിക്കുക. ജീവന്റെ കിരീടം നിനക്ക് ഞാൻ നൽകുമെന്ന്
ഏത് സഭയോടാണ് പറയുന്നത് എന്നതായിരുന്നു ചോദ്യം. ടീം മൈലമ്പള്ളി, നിങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. ഉത്തരം ഇതാണ്, സ്മിർനായിലെ സഭയ്ക്ക്. ടീം മൈലമ്പള്ളി, ഇതെങ്ങനെയാണ്? ഞാനിങ്ങനെ പഠിച്ച ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ പഠിച്ച ഭാഗത്തു നിന്നല്ല, സ്മിർനായിലെ സഭയെന്ന് ബിർണായിലെ സഭ പഠിക്കാനുണ്ടായിരുന്നല്ലോ. പഠിക്കാനുണ്ടായിരുന്നു. ഇത് രണ്ടുകൂടെ കൂട്ടിച്ചേർത്തിറങ്ങട് പറഞ്ഞതാണ്. ഓക്കെ, ഈ ചോദ്യത്തോടെ ഈ റൗണ്ടും ഇവിടെ പൂർണ്ണമാവുകയാണ്. നമുക്ക് അന്വേഷിക്കാം ഓരോ ടീമിന്റെയും പോയിന്റ് നില എന്താണ്. റോസലിൻ, സ്നേഹ പറയൂ. ടീം ചിറ്റൂർ 90 പോയിന്റ്സ്, ടീം മൈലമ്പുള്ളി 140 പോയിന്റ്സ്, ടീം പാലക്കാട് ടൗൺ 80 പോയിന്റ്സ്. നാം പോവുകയാണ് ഈ മത്സരത്തിന്റെ രസകരമായ ആകർഷകമായ മറ്റൊരു റൗണ്ടിലേക്ക്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ചോദ്യം ഞാൻ ചോദിക്കുകയല്ല, ചോദ്യം കാണിച്ചു തരികയാണ്. നമ്മുടെ മുൻപിലുള്ള സ്ക്രീനിൽ ഒരു ചിത്രം തെളിയും. ആ ചിത്രം എന്താണ് അഥവാ ആരാണ് എന്ന് കണ്ടെത്തുക മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾക്കത് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്നത് 30 പോയിന്റുകളാണ്. ഉത്തരമറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായം തേടാം. അവരുടെ സഹായത്തോടെ നിങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് 20 പോയിന്റുകൾ ലഭിക്കും. തെറ്റാണെങ്കിൽ അത് പാസ് ചെയ്യും. പാസ് ചെയ്ത് കിട്ടുന്ന ടീമിന് 20 പോയിന്റുകളായിരിക്കും ലഭിക്കുക. ടീം മൈലമ്പള്ളി, നിങ്ങൾ ചിത്രങ്ങളൊക്കെ കണ്ടാണോ പഠിച്ചത് അതോ വായിക്കുക മാത്രമായിരുന്നു? കുറച്ചൊക്കെ കണ്ട് നോക്കി പഠിച്ചു. എവിടുത്തെ ചിത്രങ്ങളാണ് നോക്കിയത്? അണ്ടശാലത്തിൽ ചിത്രമൊക്കെ നോക്കി. പത്രത്തിൽ ചിത്രം കാണാൻ രസമുണ്ട് അല്ലേ? എങ്കിൽ നമുക്ക് പോകാം ആദ്യത്തെ ചോദ്യത്തിലേക്ക്. വിഷ്വൽ പ്ലീസ്. ഇസ്രയേലിലെ മരണാനന്തര ബഹുമതിയായ റൈച്ചിയസ് എമംഗ് നേഷൻസ് എന്ന പദവി ലഭിച്ച കർദിനാളാണിത്. കർദിനാൾ സംഘത്തിൻ്റെ ഡീൻ, പൗരസ്ത്യ തിരുസംഘം പ്രീഫെക്റ്റ്, പൊന്തിഫിക്കൽ ബിബ്ലിക്കൽ കമ്മീഷൻ പ്രസിഡന്റ്, പൗരസ്ത്യ തിരുസംഘം സെക്രട്ടറി എന്നീ ചുമതലകളും വഹിച്ചിട്ടുണ്ട്. 1957 മുതൽ 1971 വരെ വത്തിക്കാൻ്റെ ലൈബ്രറിയനും ആർക്കിവിസ്റ്റുമായിരുന്നു. ഫ്രാൻസാണ് സ്വദേശം. കേരളം സന്ദർശിച്ചിട്ടുള്ള ഇദ്ദേഹം ഇന്ത്യയിലെ പൗരസ്ത്യ ക്രൈസ്തവരുടെ കഥ എന്ന സുപ്രസിദ്ധമായ അമൂല്യമായ ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. ആരാണ് ഈ കർദിനാൾ? യൂജിൻ തുസാരങ്ങ്. ടീം മൈലമ്പള്ളി, ഉത്തരം ശരിയാണ്. അത് കർദിനാൾ യൂജിൻ ടിസറാങ് ആണ്. അഭിനന്ദനങ്ങൾ, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. ഇതെങ്ങനെയാണ് ഈ പാശ്ചാത്യ സ്വഭാവമുള്ള പേരുകളൊക്കെ ഇത്ര അനായാസേന എടുത്ത് പറയുന്നത്? വളരെ ശ്രദ്ധിച്ച് പഠിക്കാറുണ്ട്. ഞങ്ങൾ വളരെ ശ്രദ്ധിച്ച് പഠിക്കും. നമുക്ക് പോകാം അടുത്ത ചോദ്യത്തിലേക്ക്. ടീം ചിറ്റൂർ, ചിത്രങ്ങളൊക്കെ നിങ്ങൾക്കും പരിചിതമാണ് അല്ലേ? എങ്കിൽ നമുക്ക് കാണാം നിങ്ങളുടെ ചോദ്യം. വിഷ്വൽ. വത്തിക്കാൻ ഗവർണറേറ്റിൻ്റെ സെക്രട്ടറി ജനറലായി നിയമിതയായ ആദ്യ വനിത. ഫ്രാൻസിസ്കൻ സിസ്റ്റേഴ്സ് ഓഫ് ദി യൂക്കറിസ്റ്റ് സമൂഹത്തിലെ അംഗം. വത്തിക്കാനിലെ ഏറ്റവും ഉയർന്ന റാങ്കിലുള്ള വനിത. പരമ്പരാഗതമായി വത്തിക്കാനിൽ ബിഷപ്പുമാർ കൈകാര്യം ചെയ്തിരുന്ന സ്ഥാനത്ത് നിയമിതയായിരിക്കുന്ന ഈ വനിത ആരാണ്? റാഫേല പെട്രിനി. ഉത്തരം ശരിയാണ്. ഇത് സിസ്റ്റർ റഫേല പെട്രീനിയാണ്. ടീം ചിറ്റൂർ, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. പത്രത്തിൽ പടം കണ്ടാലും പോയിന്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് അല്ലേ? ടീം പാലക്കാട് ടൗൺ, നിങ്ങൾക്കുള്ള ചോദ്യമാണ്. തയ്യാറല്ലേ? ശ്രദ്ധിക്കാം വിഷയം. ക്രിസ്ത്യാനികളുടെ രക്തം വീണ് കുതിർന്ന ഒഡീഷയിലെ കണ്ടമാൽ ജില്ല നാം ഒത്തിരി കേട്ടിട്ടുണ്ട്. അവിടെ നിന്ന് വൈദിക വൃത്തിയിലേക്ക് എത്തുന്ന വ്യക്തിയാണ്. ബീഹാറിലെ ബുക്സാർ രൂപതയ്ക്കു വേണ്ടി പട്ടം സ്വീകരിച്ച കണ്ടമാലിലെ ടിയാൻജിയ വില്ലേജിൽ നിന്നുള്ള 9ാമത്തെ വൈദികൻ. ക്രിസ്തുവിനെ ഉപേക്ഷിക്കാനുള്ള മതമൗലികവാദികളുടെ ഭീഷണി ക്രിസ്തുവിന് വേണ്ടി കൂടുതൽ കരുത്തോടെ സാക്ഷ്യം വഹിക്കുവാനുള്ള ആഗ്രഹത്തെ ശക്തിപ്പെടുത്തിയെന്ന് ഈ വൈദികൻ സാക്ഷ്യപ്പെടുത്തി. ആരാണ് ഈ വൈദികൻ? ക്രിസ്ത്യാനികളുടെ രക്തം പുഴയായി ഒഴുകിയ കന്തമാനിൽ നിന്നും വീറോടെ ഉയർത്തെഴുന്നേറ്റ രക്തസാക്ഷികളുടെ ചുടുനിണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ വൈദികൻ ആരാണ് ഇദ്ദേഹം? വിനായക്. ഉത്തരം തെറ്റാണ്. ടീം പാലക്കാട്. ടീം മൈലമ്പള്ളി. ബിഗേഷ് നായക്. ടീം മൈലമ്പള്ളി, അഭിനന്ദനങ്ങൾ, നിങ്ങളുടെ ഉത്തരം ശരിയാണ്.
ചിത്രത്തിൽ കണ്ടത് ഫാദർ ബിഗേഷ് നായക്കാണ്. നിങ്ങൾക്ക് ലഭിക്കുകയാണ് 20 പോയിന്റ് കൂടി. അഭിനന്ദനങ്ങൾ. ഈ ചോദ്യത്തോടുകൂടെ വിഷ്വൽ റൗണ്ട് ഇവിടെ പൂർണ്ണമാവുകയാണ്. നമുക്ക് അന്വേഷിക്കാം എന്താണ് നിങ്ങളുടെ പോയിന്റ് നില. ടീം ചിറ്റൂർ 120 പോയിന്റ്സ്, ടീം മൈലംപുള്ളി 190 പോയിന്റ്സ്, ടീം പാലക്കാട് ടൗൺ 80 പോയിന്റ്സ്. ഈ മത്സരത്തിലെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ശ്രദ്ധയും കൃത്യതയും ആവശ്യമുള്ള ഒരു റൗണ്ടിലേക്കാണ് പ്രവേശിക്കുന്നത്. പ്രത്യക്ഷ വളരെ അനായാസകരമാണ് എന്ന് തോന്നിപ്പിച്ചേക്കാവുന്ന ഒരു റൗണ്ട് കൂടിയാണിത്. റൗണ്ടിൻ്റെ പേരാണ് പോളാർ റൗണ്ട്. പേര് സൂചിപ്പിക്കുന്നത് പോലെ 2 പോളുകളിലൊന്ന് തിരഞ്ഞെടുത്താൽ മാത്രം മതി. ഈശോ ഒരിക്കൽ പറഞ്ഞതുപോലെ നിങ്ങളുടെ വാക്ക് അതെ എങ്കിൽ അതെ എന്നും അല്ല എങ്കിൽ അല്ല എന്നും മാത്രമായിരിക്കട്ടെ എന്നാണ് എനിക്കും പറയാനുള്ളത്. ശരി അഥവാ തെറ്റ്, അതെ അല്ലെങ്കിൽ അല്ല, ഈ വാക്കുകൾ മാത്രം നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. ഉത്തരത്തിൻ്റെ വിശദാംശങ്ങൾ എനിക്ക് തരേണ്ടതില്ല, കൂടുതലൊന്നും നിങ്ങൾ പറയേണ്ടതില്ല. ചോദ്യം വ്യക്തമായി കേൾക്കുക, കൃത്യമായ ഉത്തരം തരിക. 2 വാക്കുകൾക്ക് മാത്രമേ ഈ ചോദ്യത്തിന് ഉത്തരമായി സാധ്യതയുള്ളൂ എന്നുള്ളതുകൊണ്ട് ചോദ്യം പാസ് ചെയ്യാനാവില്ല. നിങ്ങൾ ശരിയുത്തരം പറഞ്ഞാൽ ലഭിക്കാനിരിക്കുന്നത് 30 പോയിന്റുകളാണ്. ഉത്തരം തെറ്റിയാൽ ലഭിച്ചിട്ടുള്ള പോയിന്റുകളിൽ നിന്ന് 10 പോയിന്റ് ഞാൻ തിരിച്ചു മേടിക്കും. പക്ഷേ മറ്റൊരു മാർഗമുണ്ട്. നിങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായം തേടാം. ആ സഹായത്തോടെയാണ് നിങ്ങൾ ഉത്തരം പറയുന്നതെങ്കിൽ ലഭിക്കാനിരിക്കുന്നത് 20 പോയിന്റുകളാണ്. എന്നാൽ എന്നിട്ടും തെറ്റിയാൽ 15 പോയിന്റ് ആയിരിക്കും ഞാൻ തിരിച്ചെടുക്കാൻ പോകുന്നത്. വ്യക്തമായോ? വ്യക്തമായി. ടീം ചിറ്റൂർ, ചോദ്യം ഇതാണ്. വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരാത്മാവുമായിരുന്നു. ആരും തങ്ങളുടെ വസ്തുക്കൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടില്ല. എല്ലാം പൊതുസ്വത്തായിരുന്നു. അപ്പസ്തോലന്മാർ കർത്താവായ യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് വലിയ ശക്തിയോടെ സാക്ഷ്യം നൽകി. ശരിയോ തെറ്റോ? ഞാൻ പറഞ്ഞ ഈ വചനത്തിൽ പിശകുകളുണ്ട്. ആവർത്തിക്കാം. വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരാത്മാവുമായിരുന്നു. ആരും തങ്ങളുടെ വസ്തുക്കൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടില്ല. എല്ലാം പൊതുസ്വത്തായിരുന്നു. അപ്പസ്തോലന്മാർ കർത്താവിൻ്റെ പുനരുത്ഥാനത്തിന് വലിയ ശക്തിയോടെ സാക്ഷ്യം നൽകി. ശരിയോ തെറ്റോ? ശരി. ശരിയാണ്, ഒരു തെറ്റ് പോലുമില്ല. നിങ്ങളുടെ ഉത്തരവ് ശരിയാണ്. ടീം ചിറ്റൂർ, നിങ്ങൾക്ക് ലഭിക്കുകയാണ് വീണ്ടും ഒരു 30 പോയിന്റ് കൂടി. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം ടീം പാലക്കാട് ടൗണിനുള്ളതാണ്. ടൗൺ, ശ്രദ്ധിക്കാം. അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക. കാരണം ഈ ആലോചനയും ഉദ്യമവും മനുഷ്യനിൽ നിന്നാണെങ്കിൽ അത് പരാജയപ്പെടും. മറിച്ച് ദൈവത്തിൽ നിന്നാണെങ്കിൽ അവരെ നശിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. മാത്രമല്ല ദൈവത്തെ എതിർക്കുന്നവരായി നിങ്ങൾ എണ്ണപ്പെടുകയും ചെയ്യും. ഇത് പറഞ്ഞത് ഗമാലിയേൽ എന്ന ഫരിസേയനാണ്. ശരിയോ തെറ്റോ? ആലോചിച്ച് ഉത്തരം പറയൂ. ശരിയാണ്, ശരിയാണ്. ഉത്തരവ് ശരിയാണ്. ടീം പാലക്കാട്, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. അത് പറഞ്ഞത് ഗമാലിയേലാണ്. ഗമാലിയേൽ വിശുദ്ധ പൗലോസിൻ്റെ യൂണിവേഴ്സിറ്റി ആയിരുന്നു. അന്നത്തെ ഏറ്റവും പ്രസിദ്ധനായ പണ്ഡിതനായിരുന്ന ഗമാലിയേലിൻ്റെ പാദത്തിങ്കിലിരുന്നാണ് വിശുദ്ധ പൗലോസ്ലീഹ തൻ്റെ വലിയ ജ്ഞാനമാർജിച്ചത് എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം വായിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം ടീം മൈലംപള്ളിക്കുള്ളത്. ചോദ്യം ഇതാ. വെളിപാട് ഗ്രന്ഥത്തിൻ്റെ രചയിതാവായ വിശുദ്ധ യോഹന്നാൻ ഇങ്ങനെ പറയുകയാണ്: യോഹന്നാനായ ഞാൻ ദൈവവചനത്തെയും യേശുവിനെക്കുറിച്ച് നൽകിയ സാക്ഷ്യത്തെയും പ്രതി എഫേസോസിലായിരുന്നു. ആവർത്തിക്കാം. വെളിപാട് ഗ്രന്ഥത്തിൻ്റെ രചയിതാവായ വിശുദ്ധ യോഹന്നാൻ ഇങ്ങനെ പറയുകയാണ്: യോഹന്നാനായ ഞാൻ ദൈവവചനത്തെയും യേശുവിനെക്കുറിച്ച് നൽകിയ സാക്ഷ്യത്തെയും പ്രതി എഫേസോസിലായിരുന്നു. തെറ്റാണ്. സമ്മതിക്കില്ല അല്ലേ? എന്താണ് ശരി? പാത്മോസ് ദ്വീപിലായിരുന്നു. പാത്മോസ് ദ്വീപിലായിരുന്നു. അഭിനന്ദനങ്ങൾ ടീം മൈലംപള്ളി, നിങ്ങൾക്ക് ലഭിക്കുകയാണ് വീണ്ടും 30 പോയിന്റുകൾ. ഈ റൗണ്ടിൻ്റെ രണ്ടാമത്തെ ഘട്ടത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. അത് നേരിട്ട് ഹെൽപ്പ് ഡെസ്കിനുള്ള ചോദ്യങ്ങളുടെ റൗണ്ടാണ്. രണ്ടാം ഘട്ടം മുൻനിരയിൽ നിൽക്കേണ്ടത് നിങ്ങളാണ്. ഇതുവരെ നിങ്ങൾ പുറകിലിരിക്കുകയായിരുന്നു. ഇതിനി നിങ്ങളുടെ അവസരമാണ്. ടീം ചിറ്റൂർ, നന്നായി പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്. നിങ്ങളുടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ടോണിയച്ഛൻ
എങ്ങനെ പഠിക്കണമെന്നൊക്കെയാണ് നിങ്ങൾ ഉപദേശിച്ചത്? നന്നായി പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ. മാതൃസംഘം ശരിക്കും ഏത് കാര്യത്തിലാണ് മുന്നിട്ടിറങ്ങേണ്ടതെന്നാണ് നിങ്ങളുടെ ഒരു പ്രധാന വിചാരം? അമ്മമാരെന്നുള്ള നിലയിൽ ഏറ്റവും നല്ല രീതിയിൽ നിൽക്കണം, പ്രവർത്തിക്കണം. ഒരാൾ എപ്പോഴാണ് അമ്മയാകുന്നത്? നമ്മുടെ കുട്ടികളെ അറിയുമ്പോഴാണ് അമ്മയാവുന്നത്. കുട്ടികളെ അറിയുമ്പോഴാണ് അമ്മയാകുന്നത്. കുട്ടികൾക്ക് ജന്മം കൊടുക്കുമ്പോഴും അമ്മയാകും അല്ലേ? ശാരീരികമായി ജന്മം കൊടുക്കുമ്പോഴും അമ്മയാകാറുണ്ട്. കുഞ്ഞുങ്ങളെ കൂടുതൽ അറിയുമ്പോഴാണ് മാതൃത്വം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നത്. ഈ നാളുകളിലൊക്കെ നമ്മൾ ഒത്തിരി കേൾക്കുന്ന ഒരു കാര്യം കുഞ്ഞുങ്ങളെ ജനിക്കാൻ പോലും അനുവദിക്കാത്ത അമ്മമാരുണ്ട് എന്നുള്ളതാണ്. നിങ്ങളങ്ങനെ കേട്ടിട്ടില്ലേ? ജനിക്കാൻ പോലും അനുവദിക്കാത്ത അമ്മമാർ, അബോർഷനുകൾ. ഈ നാട്ടിൽ ഇന്ന് ഏറ്റവും അധികം അബോർഷൻ നടക്കുന്ന ഒരു ആധുനിക സാങ്കേതിക വിദ്യയുണ്ട്. IVF എന്നൊരു കാര്യത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അതിനകത്ത് എന്തെങ്കിലും തിന്മയുണ്ടെന്നറിയാമോ? തിന്മയുണ്ടെന്ന് പറഞ്ഞാൽ കുട്ടികളില്ലാത്തൊരമ്മമാർക്ക് പക്ഷേ അതൊരു എന്താ പറയുക, ഒരു അനുഗ്രഹമായേക്കാം എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് മുഴുവനും. അങ്ങനെയാണ്. കാരണം ഇതിൻ്റെ സാങ്കേതിക വിദ്യയെക്കുറിച്ച് വ്യക്തതയുള്ള ധാരണ നമുക്കാർക്കും തരാത്തത് കൊണ്ടാണ്, നമ്മളെ ഒരു വലിയ പരിധി വരെ കബളിപ്പിക്കുന്നത് കൊണ്ടാണ്. IVFൻ്റെ പ്രത്യേകത അതൊരു കുഞ്ഞിനെ അമ്മയുടെ അണ്ടവും അപ്പൻ്റെ ബീജവും ചേർത്തൊരു കുഞ്ഞിനെ സൃഷ്ടിച്ച് നിൻ്റെ ഗർഭപാത്രത്തിൽ വയ്ക്കും. ആ കുഞ്ഞ് അവിടെ വളരും, നിനക്ക് കുഞ്ഞിന് ജന്മം കൊടുക്കാം, അതിനെ പാലൂട്ടാമെന്ന് മാത്രമേ ഡോക്ടർമാർ നമ്മളോട് പറയാറുള്ളൂ. പക്ഷേ ഇതിൻ്റെ പിന്നാമ്പുറത്ത് നടക്കുന്ന സത്യം എന്താണെന്നറിയാമോ? അവർ ഒരേ സമയം ധാരാളം കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കും. ഏറ്റവും കുറഞ്ഞത് സാധാരണഗതിയിൽ ഗോൾഡൻ നമ്പർ എന്നൊക്കെ വിളിക്കുന്ന 16 കുഞ്ഞുങ്ങളെയാണ് അവർ ഒരുമിച്ച് ജനിപ്പിക്കുന്നത്. അതിൽ നിന്ന് 3 അല്ലെങ്കിൽ 4 കുഞ്ഞുങ്ങളെ ഒരുമിച്ച് ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കും. 4 കുഞ്ഞുങ്ങളും വളരുകയാണെങ്കിൽ സെലക്റ്റീവ് അബോർഷൻ നടത്തും. തൻ്റെ 3 സഹോദരങ്ങളെ കൊല ചെയ്തിട്ടിരിക്കുന്ന ആ ഗർഭപാത്രത്തിൽ കിടന്ന് വേണം ആ കുഞ്ഞ് പിന്നെ വളരാൻ. ഇനി 4 കുഞ്ഞ് മരിച്ചു പോവുകയാണെങ്കിലോ മറ്റു കുഞ്ഞുങ്ങളെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ക്രയോ പ്രിസർവേഷൻ എന്നാണ് അതിന് പറയുന്നത്. മരവിപ്പിച്ച് സൂക്ഷിക്കും. അതിൽ നിന്ന് അടുത്ത 4 കുഞ്ഞുങ്ങളെ ഉണർത്തും. എന്നിട്ട് അടുത്ത ആ കുഞ്ഞുങ്ങളെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കും. ഏത് ഘട്ടത്തിൽ ഒരു കുഞ്ഞ് ജീവിച്ചാലും ആ അപ്പനും അമ്മയും കൂടി കുറഞ്ഞത് 15 കുഞ്ഞുങ്ങളെ കൊന്നിട്ടുണ്ടാകും. 15 കുഞ്ഞുങ്ങളെ കൊലയ്ക്ക് കൊടുത്തിട്ട് എങ്ങനെയാണ് എനിക്കൊരു കുഞ്ഞിനെ കിട്ടിയെന്ന് ഒരമ്മയ്ക്ക് പറയാൻ കഴിയുക? വളരെ ഭീകരമായ കൊലപാതക പരമ്പര നടക്കുന്ന ഒരു കാര്യമാണ് കൊട്ടിഘോഷിക്കുന്ന IVF എന്ന് പറയുന്ന ടെക്നോളജി. മാതൃസംഘാംഗങ്ങൾ എന്നുള്ള നിലയ്ക്ക് ജീവൻ്റെ ശുശ്രൂഷകരാകാൻ വിളിക്കപ്പെട്ടുള്ളവരാണ് നിങ്ങളൊക്കെ. പ്രത്യേകിച്ച് നമ്മൾ സംസാരിക്കണം, ഇത്തരം തിന്മകൾക്കെതിരെ ശബ്ദമുയർത്തണം, ആളുകളെ ബോധവൽക്കരിക്കണം. കുഞ്ഞ് ഇല്ലാതിരിക്കുന്നതിനേക്കാൾ എത്രയോ ഭീകരമാണ് കുഞ്ഞുങ്ങളെ കൊന്നുതള്ളുന്നത് എന്ന് ഉറക്കെ പറയാൻ ആദ്യം മുന്നോട്ട് വരേണ്ടത് അമ്മമാരാണ്. അതിരിക്കട്ടെ, നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. ടീം ജിറ്റൂർ, നിങ്ങൾക്കുള്ള ചോദ്യമാണ്, ശ്രദ്ധാപൂർവം കേൾക്കുക. മോശയുടെ കൽപ്പനയനുസരിച്ച് ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കേണ്ടത് കുഷ്ഠരോഗത്തിൽ നിന്ന് മുക്തരാകുന്നവരാണ്. ആവർത്തിക്കാം. മോശയുടെ കൽപ്പനയനുസരിച്ച് ജനങ്ങൾക്ക് വേണ്ടി സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കേണ്ടത് കുഷ്ഠരോഗത്തിൽ നിന്ന് മുക്തരാകുന്നവരാണ്. ശരിയോ തെറ്റോ? ശരിയാണ്. ഉത്തരവ് ശരിയാണ്. ടീം ജിറ്റൂർ, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ടീം പാലക്കാട് ടൗൺ, നിങ്ങളുടെ ബഹുമാനപ്പെട്ട മാർട്ടിനച്ചൻ നിങ്ങൾ എന്ത് പറഞ്ഞാണ് ഇങ്ങോട്ട് വിട്ടത്? ക്വസ്റ്റ്യൻസ് ഒക്കെ ശരിയായി കേട്ടു, ശരിയായി ഉത്തരം പറഞ്ഞ് ജയിച്ചു വരാൻ പറഞ്ഞു. ജയിച്ചേ വരാവുള്ളൂ എന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ പള്ളിയുടെ കോമ്പൗണ്ടിലേക്ക് കയറ്റില്ല അങ്ങനെ പറഞ്ഞില്ല എന്ന് പറഞ്ഞില്ല. എന്നാലും നിങ്ങളെ അച്ഛൻ സ്വീകരിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? കൊള്ളാം, നല്ല കാര്യം. ടീം പാലക്കാട് ടൗൺ, നിങ്ങൾക്കുള്ള ചോദ്യമാണ്. ചോദ്യം ഇതാണ്: യോഹന്നാൻ എഫേസോസിലെ വിവിധ സഭകൾക്ക് വേണ്ടി എഴുതിയതാണ് വെളിപാട്. യോഹന്നാൻ എഫേസോസിലെ വിവിധ സഭകൾക്ക് വേണ്ടി എഴുതിയതാണ് വെളിപാട്. ശരിയോ തെറ്റോ? ശരി. ശരിയാണ്. ഉത്തരം തെറ്റാണ്. ഉത്തരം ഇതാണ്: ഏഷ്യയിലെ 7 സഭകൾക്ക് വേണ്ടി എഴുതിയതാണ് എന്നുള്ളതാണ്. ടീം പാലക്കാട് ടൗൺ, സാരമില്ല, ചെറിയ മിസ്റ്റേക്കൊക്കെ ആർക്കും സംഭവിക്കാവില്ല. നമുക്ക് പോകാം അടുത്ത ടീമിലേക്ക്. ടീം മൈലംപള്ളി. ടീം മൈലംപള്ളി, ഈ അടുത്ത ഇടയ്ക്ക് നിങ്ങൾ അതിമനോഹരമായ സുന്ദരമായ ഒരു ദേവാലയം സ്വന്തമാക്കിയിരിക്കുകയാണ് അല്ലേ? കഴിഞ്ഞ ഇടയ്ക്കാണ് അതിൻ്റെ വെഞ്ചരിപ്പ് തീർന്നത്. ഞങ്ങളുടെ വളരെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ പഞ്ഞിക്കാരനച്ഛൻ്റെ വിയർപ്പും രക്തവും ഒഴുകി അച്ഛൻ്റെ നേതൃത്വത്തിൽ നിങ്ങൾ ഓരോരുത്തരും കഠിനാധ്വാനം ചെയ്ത് പടുത്തുയർത്തിയ അതിമനോഹരമായ ദേവാലയമാണ്. നിങ്ങൾ മാതൃസംഘാംഗങ്ങൾ ആ ദേവാലയ നിർമ്മിതിയുടെ സമയത്തൊക്കെ എന്തൊക്കെ ചെയ്തു? അമ്മമാരെല്ലാവരും ഒന്നിച്ചുകൂടി എല്ലാ ദിവസവും കഴിവുന്ന എല്ലാ ദിവസവും അമ്മമാർ വീട്ടിലെ പണികളൊക്കെ ഒരുപോലെ ഒന്നിച്ച് ചെയ്തേച്ച് പള്ളിയിൽ ഒത്തുകൂടി അച്ചാറുണ്ടാക്കുകയും പിന്നെ അവലോസ് പൊടി, അവലോസ് ഉണ്ട,
അതുപോലെ പലഹാരം, എല്ലാ ഫുഡ് ഐറ്റംസുകളും എല്ലാം. നമ്മൾ തന്നെ കഴിക്കുമായിരുന്നു? അല്ല, ഞങ്ങൾ ഓരോ പള്ളികളിലേക്കും കൊടുക്കും. പിന്നെ ഞായറാഴ്ച കുർബാനയ്ക്ക് ശേഷം എല്ലാവരും വന്ന് മേടിക്കുകയും എല്ലാം ചെയ്ത് ഞങ്ങൾ അങ്ങനെയാണ് പൈസ സംഘടിപ്പിച്ചത്. ഇതിന്റെ പൈസ ഞങ്ങൾ സംഘടിപ്പിച്ചത്. അപ്പോൾ ദേവാലയ നിർമ്മാണത്തിന് വലിയൊരു ഫണ്ട് സംഭാവന ചെയ്ത് നിങ്ങളുടെ മാതൃസംഘം തന്നെ ഞങ്ങൾ സംഭാവന ചെയ്തു. ഞങ്ങളുടെ ഞങ്ങൾ നല്ല കഷ്ടപ്പാടും ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതുപോലെ നിർമ്മാണം പൂർത്തിയായപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി സന്തോഷമായോ? ഒത്തിരിയേറെ സന്തോഷമായി. ഒത്തിരി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അച്ഛനെ ഞങ്ങൾക്ക് ഒരു വിശുദ്ധനായിട്ട് പോലും പ്രഖ്യാപിക്കാൻ തോന്നുന്നു. അത്രയ്ക്ക് നല്ലൊരു അച്ഛനെ ഞങ്ങൾക്ക്. ഏതായാലും നിങ്ങളായിട്ട് പ്രഖ്യാപിക്കണ്ട, ഞങ്ങൾ കാത്തിരിക്കാം, നമുക്ക് കാത്തിരിക്കാം. അച്ഛൻ്റെ അധ്വാനവും വിയർപ്പും അതിന് ഒരുപാട് ചെലവായിട്ടുണ്ട്. പ്രാർത്ഥനയും അതുപോലെ അച്ഛൻ്റെ സമ്പാദ്യവും നമ്മുടെ മാത്രമല്ല. ടീം മൈലംപള്ളി, ദേവാലയ നിർമ്മാണത്തിൽ പങ്കാളികളാവുക എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ്. ഈശോയെക്കുറിച്ച് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, തൻ്റെ പിതാവിൻ്റെ ഭവനത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത അവനെ വിഴുങ്ങിക്കളഞ്ഞിരിക്കുന്നു. പുതിയൊരു ദേവാലയം ഒരു ഇടവകയിൽ പണിതുയർത്തപ്പെടുന്നത് ഒരു ഭവനം മാത്രമല്ല, എല്ലാ കുടുംബങ്ങളും നവീകരിക്കപ്പെടാറുണ്ട്. നിങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ചിരുന്നോ? എല്ലാ കുടുംബങ്ങളും ഒന്നു ചേർന്നാണ് അവിടെ വന്ന് നമ്മൾ എല്ലാത്തിലും പങ്കെടുത്തുകൊണ്ടിരുന്നത്. ആരും അതിനകത്ത് ഒഴിവായിട്ടില്ല. ഇടവക ദേവാലയം മാത്രമല്ല പണിതത്, ഇടവക കൂട്ടായ്മയും കൂടി പണിയപ്പെട്ടു. നിങ്ങളുടെ ഭവനങ്ങൾ പുനർനിർമ്മിക്കപ്പെട്ടു. കുടുംബം എന്ന് പറയുന്ന യാഥാർത്ഥ്യം അനുഗ്രഹീതമായി മാറി. അതിൻ്റെ സന്തോഷവും തേജസ് നിങ്ങളുടെ മുഖത്തുണ്ട്. നമുക്ക് പോകാം നിങ്ങളുടെ ചോദ്യത്തിലേക്ക്. ടീം മൈലംപള്ളി, നിങ്ങൾക്കുള്ള ചോദ്യമാണ്. വിശുദ്ധ മർക്കോസ് AD 65-നും 70-നും ഇടയ്ക്ക് റോമിൽ വെച്ചാണ് മർക്കോസിന്റെ സുവിശേഷം എഴുതിയത്. ശ്രദ്ധിച്ച് കേൾക്കണം. വിശുദ്ധ മർക്കോസ് AD 65-നും 70-നും ഇടയ്ക്കാണ് റോമിൽ വെച്ച് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം എഴുതിയത്. ശരിയോ തെറ്റോ? ശരിയാണ്. ഉത്തരവ് ശരിയാണ്. ടീം മൈലംപള്ളി, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഈ ചോദ്യത്തോടുകൂടെ ഈ റൗണ്ട് ഇവിടെ പൂർത്തിയാകുമ്പോൾ എന്താണ് പോയിന്റ് നില? ആരൊക്കെയാണ് വിജയത്തിലേക്ക് കൂടുതൽ എടുത്തുകൊണ്ടിരിക്കുന്നത് അറിയാൻ ആകാംക്ഷയുണ്ട്. റോസലിൻ, സ്നേഹ, പറയൂ. ടീം ചിറ്റൂർ 180 പോയിന്റ്സ്, ടീം മൈലംപള്ളി 250 പോയിന്റ്സ്, ടീം പാലക്കാട് ടൗൺ ചർച്ച് 110 പോയിന്റ്സ്. ഈ മത്സരത്തിലെ ഏറ്റവും ആകാംക്ഷാജനകവും നിർണായകവുമായ റൗണ്ടിലേക്ക് നാം പ്രവേശിക്കുകയാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ചോദ്യം നിങ്ങൾ വില കൊടുത്തു വാങ്ങേണ്ടി വരും. ചോദ്യം ഇതുവരെ ഞാൻ സൗജന്യമായാണ് തന്നത്. ഇനി ചോദ്യങ്ങൾക്ക് നിങ്ങൾ വില കൊടുക്കണം. പരമാവധി 3 ചോദ്യങ്ങൾ വരെ നിങ്ങൾക്ക് തുടർച്ചയായി വാങ്ങാം. ഒന്നാമത്തെയും രണ്ടാമത്തെയും ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായം തേടാം. മൂന്നാമത്തെ ചോദ്യത്തിന് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളല്ലാതെ മറ്റാരും ഉണ്ടാവുകയില്ല. നിങ്ങൾ ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായത്തോടെയാണ് ഉത്തരം പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് നിങ്ങൾ ചെലവിട്ട പോയിന്റുകൾ മാത്രമായിരിക്കും. വ്യക്തമായോ? നമുക്ക് ആരംഭിക്കാം. ടീം പാലക്കാട് ടൗൺ, നിങ്ങൾക്കുള്ളതാണ് ആദ്യത്തെ അവസരം. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ വില 30 പോയിന്റുകളാണ്. തരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഉദ്ദേശിക്കുന്നു. ഉണ്ട്, തന്നോളൂ. നിങ്ങളുടെ 60 പോയിന്റ് നേടാവുന്ന ചോദ്യം. ശ്രദ്ധിക്കാം. ശിമയോന്റെ അമ്മായിയമ്മയെ സുഖപ്പെടുത്തിയതിനു ശേഷം ഈശോ അനേകം പിശാചുബാധിതരെ സുഖപ്പെടുത്തി. പുറത്താക്കിയ പിശാചുക്കളെ ഈശോ സംസാരിക്കാൻ അനുവദിച്ചില്ല. കാരണം എന്തായിരുന്നു? യേശുവിനെ അവർക്കറിയാമായിരുന്നത് കൊണ്ട്. ഉത്തരം ശരിയാണ്. തന്നെ അവർ അറിഞ്ഞിരുന്നത് കൊണ്ടാണ് ഈശോ അവരെ സംസാരിക്കാൻ അനുവദിക്കാതിരുന്നത്. ടീം പാലക്കാട് ടൗൺ, നിങ്ങൾക്ക് ലഭിക്കുകയാണ് തന്നതിൻ്റെ ഇരട്ടി 60 പോയിന്റുകൾ. ഇനി 40 പോയിന്റുകൾ വിലയുള്ള ചോദ്യമാണ്. ലഭിക്കാനിരിക്കുന്നത് 80 പോയിന്റുകൾ. തരുമോ? റെഡിയാണ്. റെഡിയാണ്. എന്തായാലും ശരി, ഒരു കൈ നോക്കിയിട്ടേ ഉള്ളൂ. നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്. ആളുകൾ വിസ്മയഭരിതരാകത്തക്ക വിധം അധികാരമുള്ളവനെ പോലെ അവൻ സിനഗോഗിൽ പ്രവേശിച്ച് പഠിപ്പിച്ചു. ആളുകൾ വിസ്മയഭരിതരാകത്തക്ക വിധം അവൻ അധികാരമുള്ളവനെ പോലെ സിനഗോഗിൽ പ്രവേശിച്ച് പഠിപ്പിച്ചു. കർത്താവിൻ്റെ സ്വന്തം പട്ടണത്തിലെ സിനഗോഗാണിത്. ഏതായിരുന്നു ആ പട്ടണം? എവിടുത്തെ സിനഗോഗാണ്? കഫർനാമിലെ. ഉത്തരം ശരിയാണ്. ടീം പാലക്കാട് ടൗൺ, അത് കഫർനാമിലെ സിനഗോഗാണ്. അഭിനന്ദനങ്ങൾ. ലഭിക്കുകയാണ് 80 പോയിന്റുകൾ. ഇത്രയും ലാഭകരമായ ഒരു കച്ചവടം
നിങ്ങൾ ഒരിക്കലും മുൻപ് നടത്തിയിട്ടുണ്ടാവാൻ സാധ്യതയില്ല അല്ലേ? ആവേശഭരിതരായി. തരുന്നു അടുത്ത ചോദ്യം. എത്ര പോയിന്റ് വേണ്ടേ? 50 പോയിന്റ് തരേണ്ടി വരും. എടുക്കണോ? നിങ്ങൾക്ക് വേണമെങ്കിൽ ആലോചന ചോദിക്കാം നിങ്ങളുടെ ഹെൽപ്പ് ഡെസ്കിനോട്. എടുക്കണമെന്ന് ചോദിക്കാം. ചോദ്യം വേണ്ട. വേണ്ട വേണ്ട വേണ്ട. ശരി, അംഗീകരിച്ചിരിക്കുന്നു. ടീം മൈലംപള്ളി, നിങ്ങൾക്കുള്ളതാണ് അടുത്ത അവസരം. ആദ്യത്തെ ചോദ്യം 30 പോയിന്റ് കൊടുത്ത് മേടിക്കുന്നോ? മേടിക്കുകയാണ്. തരൂ. $60 പോയിന്റുകൾ ലഭിക്കാവുന്ന ചോദ്യം. ചോദ്യം ഇതാണ്. വെളിപാട് പുസ്തകം 2-ാം അധ്യായത്തിൽ എഫേസോസിലെ സഭയുടെ ദൂതനോട് പറയുകയാണ്, ആത്മാവ് സഭകളോട് അരുൾ ചെയ്യുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. തുടർന്ന് വിജയം വരിക്കുന്നവന് ഞാൻ എന്ത് ഭക്ഷിക്കാൻ നൽകുമെന്നാണ് ആത്മാവ് അരുൾ ചെയ്യുന്നത്? ദൈവത്തിൻ്റെ പർദീസായിലുള്ള ജീവവൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കാൻ കൊടുക്കും. ഉത്തരം ശരിയാണ്. ദൈവത്തിൻ്റെ പർദീസായിലുള്ള ജീവവൃക്ഷത്തിൽ നിന്ന് അവന് ഭക്ഷിക്കാൻ കൊടുക്കും. അഭിനന്ദനങ്ങൾ മൈലംപള്ളി, ലഭിക്കുകയാണ് 60 പോയിന്റുകൾ. അടുത്ത ചോദ്യം എടുക്കാം. 40 പോയിന്റുകൾ. ശരി, എടുക്കാം. തന്നോളൂ. ചോദ്യം ഇതാണ്. വെളിപാട് പുസ്തകത്തിൻ്റെ ആരംഭ ഭാഗത്ത് ഓരോ സഭകളോടും ആത്മാവ് സംസാരിക്കുന്നത് വിവരിക്കുകയാണ്. അതിൻ്റെ ഒടുവിൽ ഒരു വാഗ്ദാനം അല്ലെങ്കിൽ ഒരു പ്രത്യേക കാര്യം നൽകുമെന്ന് പറയുന്നുണ്ട്. പുലർകാല നക്ഷത്രം ഞാനവന് നൽകും എന്ന് പറഞ്ഞത് ഏത് സഭയോടാണ്? ശ്രദ്ധിക്കണം, പുലർകാല നക്ഷത്രം ഞാനവന് നൽകുമെന്ന് പറഞ്ഞത് ഏത് സഭയോടാണ്? തിയത്തീറയിലെ സഭയ്ക്ക്. ഉത്തരം ശരിയാണ്. തിയത്തീറയിലെ സഭയോടാണ്. ടീം മൈലംപള്ളി വീണ്ടും ലഭിക്കുകയാണ് 80 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. അങ്ങനെയാണെങ്കിൽ അടുത്ത 50 പോയിന്റുകൾ കൊടുക്കാൻ നിങ്ങൾക്കൊരു മടിയും ഉണ്ടാവില്ല. 100 പോയിന്റ് എടുക്കാൻ ധൈര്യമുണ്ടാകും അല്ലേ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെൽപ്പ് ഡെസ്കിനോട് അഭിപ്രായം ചോദിക്കാം. ഇതുവരെ നിങ്ങൾ എന്ത് ചെയ്തു എന്നതിൻ്റെ പശ്ചാത്തലത്തിൽ നിങ്ങൾക്ക് എടുക്കാം. വേണ്ട വേണ്ട എന്നാണ് പറയുന്നത് അല്ലേ? നമുക്ക് പോകാം അടുത്ത ടീമിലേക്ക്. ടീം ചിറ്റൂർ 30 പോയിന്റുകൾ തരുന്നു. തന്നോളൂ. ചോദ്യം ഇതാ. യേശുക്രിസ്തുവിൻ്റെ അനന്യതയെ പ്രഘോഷിക്കുന്ന ഈ വചനം അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം 12-ാം തിരുവചനമാണ്. യേശുവാണ് ഏകരക്ഷകനെന്ന് പ്രഘോഷിക്കുന്ന വിശുദ്ധ പത്രോസിൻ്റെ ഈ പ്രഖ്യാപനം കൃത്യമായി പറയാം. യേശുക്രിസ്തുവിൻ്റെ അനന്യതയെ പ്രഘോഷിക്കുന്ന ഈ വചനം അത് അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം 12-ാം തിരുവചനമാണ്. വിശുദ്ധ പത്രോസാണത് പ്രഖ്യാപിക്കുന്നത്. യേശുവാണ് ഏകരക്ഷകനെന്ന് പ്രഖ്യാപിക്കുന്ന ഈ പ്രഖ്യാപനം കൃത്യമായി പറയാം. ഹെൽപ്പ് ഡെസ്ക് വേണം. ഹെൽപ്പ് ഡെസ്ക് വേണം. കൊടുക്കാം. ഉത്തരം കിട്ടിയോ? ഉത്തരം കിട്ടിയോ? ശരിയാണെന്നാണ് തോന്നുന്നത്. എങ്കിൽ പറയാം. നമ്മൾക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകി. ആകാശത്തിന് കീഴിൽ മനുഷ്യരിൽ നിന്ന് നമുക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ആകാശത്തിൻ്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ടീം ചിറ്റൂർ, നിങ്ങൾക്ക് ലഭിച്ച സഹായം ഉചിതമായിരുന്നു. പോയിന്റുകൾ ഒന്നും നഷ്ടപ്പെടുന്നില്ല. തന്നത് തിരികെ തരികയാണ്. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം 40 പോയിന്റുകൾ വിലയുള്ള ചോദ്യമാണ്. എടുക്കണോ? ചോദ്യം ഇതാണ്. ഞാൻ ചെയ്തതിനേക്കാൾ വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമെന്ന് ഈശോ തൻ്റെ അപ്പസ്തോലന്മാരോട് അരുൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധരുടെ സാമീപ്യം അനുഭവിക്കുന്ന തിരുശേഷിപ്പുകൾ നാം സൂക്ഷിക്കുകയും വണങ്ങുകയും ചെയ്യാറുണ്ട്. വ്യക്തമായോ? ഞാൻ ചെയ്തതിനേക്കാൾ വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമെന്ന് ഈശോ അപ്പസ്തോലന്മാരോട് അരുൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധരുടെ സാമീപ്യം അനുഭവിക്കുന്ന തിരുശേഷിപ്പുകൾ നമ്മൾ സൂക്ഷിക്കുകയും വണങ്ങുകയും ചെയ്യാറുണ്ട്. ഈ 2 കാര്യവുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക പരാമർശം അപ്പസ്തോല പ്രവർത്തനം 5-ാമത്തെ അധ്യായത്തിലുണ്ട്. ഏതാണതെന്ന് ഓർത്തെടുക്കാം. ആ സംഭവം അല്ലെങ്കിൽ ആ കാര്യം മാത്രം പറഞ്ഞു. ഹെൽപ്പ് ഡെസ്ക് വേണം. കൊടുക്കാം.
20 സെക്കൻഡ്. 10 സെക്കൻഡ് കൂടി. ഹെൽപ്പ് കിട്ടിയോ? അറിയില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഊഹിക്കാമോ? 2 സെക്കൻഡ് കൂടി. കഴിയുന്നില്ല. സമയം പൂർത്തിയായിരിക്കുകയാണ്. ഉത്തരമിതാണ്. രോഗികളെ തെരുവീഥികൾ കൊണ്ടുവന്ന് കിടക്കകളിലും കട്ടിലുകളിലും കിടത്തിയിരുന്നു. എന്തിനായിരുന്നു അത്? പത്രോസ് നടന്നു പോകുമ്പോൾ പത്രോസിൻ്റെ നിഴലെങ്കിലും വീണ് അവർ സുഖം പ്രാപിക്കാൻ. നമ്മൾ വിശുദ്ധരുടെ തിരുശേഷിപ്പുകളൊക്കെ സൂക്ഷിക്കുകയും അതിൽ തൊട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഈശോ പറഞ്ഞു, ഞാൻ ചെയ്തതിനേക്കാൾ വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. ഈശോ ആളുകളെ തൊട്ട് സുഖപ്പെടുത്തിയെങ്കിൽ പത്രോസിൻ്റെ നിഴൽ വീണാൽ പോലും രോഗികൾ സുഖപ്പെട്ടിരുന്നു. ടീം ചിറ്റൂർ, നിങ്ങൾ തന്ന പോയിന്റുകൾ നഷ്ടപ്പെടുകയാണ്. അത് ക്വിസ് മാസ്റ്ററുടേതായി മാറുകയാണ്. എടുക്കുന്നോ അടുത്ത ചോദ്യം? എടുക്കുന്നില്ല. തീരുമാനിച്ചു കഴിഞ്ഞു. ഈ ചോദ്യത്തോടു കൂടെ ഈ റൗണ്ട് മാത്രമല്ല, ഈ മത്സരം കൂടി സമാപിക്കുകയാണ്. $140 പോയിന്റുമായി 3-ാം സ്ഥാനത്ത് ടീം ചിറ്റൂർ. 180 പോയിന്റുമായി 2-ാം സ്ഥാനത്ത് പാലക്കാട് ടൗൺ. 320 പോയിന്റുമായി 1-ാം സ്ഥാനത്ത് ടീം മൈലമ്പുള്ളി. നമുക്കറിയാവുന്നതുപോലെ ഓരോ മത്സരത്തിലും മത്സരാർത്ഥികളിൽ നിന്ന് 2 ടീമുകളാണ് അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഈ മത്സരം ഇവിടെ സമാപിക്കുമ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് ടീം മൈലമ്പുള്ളി, ടീം പാലക്കാട് ടൗൺ. അഭിനന്ദനങ്ങൾ. ടീം ചിറ്റൂർ, നിങ്ങൾ നന്നായി തന്നെ പങ്കെടുത്തിട്ടുണ്ട് ഇല്ലേ? നിങ്ങൾക്ക് ഈ മത്സരം ഇങ്ങനെ സമാപിക്കുമ്പോൾ സന്തോഷമാണോ? സന്തോഷമാണ്. സന്തോഷിക്കാൻ ധാരാളം വകയുണ്ട് അല്ലേ? ഒന്നാമത്, വചനം പഠിക്കാൻ കഴിഞ്ഞു. വചനം ഹൃദയസ്ഥമാക്കാനും അതിൻ്റെ വലിയ സൗരഭ്യവും സന്തോഷവും അനുഭവിക്കാനും കഴിഞ്ഞതൊരു വലിയ സന്തോഷമാണ്. രണ്ടാമത്, ഈ ഒരു വലിയ മത്സരത്തിൻ്റെ ഭാഗഭാക്കുകളാകാൻ നിങ്ങൾക്ക് കഴിഞ്ഞു. അവിസ്മരണീയമായൊരു ഓർമ്മയായിരിക്കും അത്. നിങ്ങളുടെ മികച്ച പ്രകടനത്തിന് ഞങ്ങൾ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. സ്നേഹത്തോടുകൂടെ ഞങ്ങൾ നിങ്ങളെ യാത്രയാക്കുകയുമാണ്. സ്നേഹപൂർവ്വം അഭിനന്ദനങ്ങൾ. അമ്മ കിളി കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. അമ്മ കിളി കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. വാനം വാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ വിജയത്തിനായി. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2-ന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ആവേശോജ്വലമായ ഒരു വചന പ്രഘോഷണ യാത്രയായിരുന്നു ഈ ഘട്ടം മുഴുവനും. 60 ടീമുകൾ മാറ്റുരച്ചു. 40 ടീമുകൾ 2-ാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു. ഒട്ടനവധി ആളുകളുടെ സ്നേഹപൂർണമായ പങ്കാളിത്തം, ഒത്തിരി അമ്മമാരുടെ കഠിനാധ്വാനവും പഠനവും പ്രാർത്ഥനയും, ഇടവകകളുടെ കൂട്ടായ്മ, സ്നേഹത്തിൻ്റെ സുന്ദരമായ നിമിഷങ്ങൾ, വികാരതീവ്രവും ആസ്വാദ്യവും ആകാംക്ഷഭരിതവുമായ നിമിഷങ്ങൾ എല്ലാം കൂടി ചേർന്ന് നാം ആസ്വദിക്കുകയായിരുന്നു അവർണ്ണനീയമായ ദൈവത്തിൻ്റെ ദാനം. അവർണ്ണനീയമായ ദാനത്തിന് ദൈവമേ അങ്ങേക്ക് സ്തുതി. ഈ മത്സരത്തിൻ്റെ ആദ്യഘട്ടം ഇവിടെ പൂർത്തിയാകുന്നു. ആരംഭിക്കുകയാണ് 2-ാമത്തെ ഘട്ടം. വീണ്ടും നാം കണ്ടുമുട്ടും അടുത്തൊരു ഘട്ടത്തിൽ പുതിയ എപ്പിസോഡുകളും പുതിയ ചോദ്യങ്ങളുമായി. അതുവരെ മിശിഹായുടെ സ്നേഹം നിങ്ങളോടൊത്തുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ സഭയുടെ സംരക്ഷണത്തിലായിരിക്കട്ടെ. പരസ്പരം പ്രാർത്ഥനയിലായിരിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.